അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച 1-2 കുളങ്ങളുണ്ട്. അതിൽ ഉൾപ്പെട്ട ഒരു കുളമാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് ഒരുപാട് അതിനു വേണ്ടി മെനക്കെട്ട്, പക്ഷേ അത് നമുക്ക് കിട്ടേണ്ട മീനുകളൊന്നും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായ ഒരു കുളമാണിത്. കുറേ കഷ്ടപ്പെട്ടു. ആദ്യം തന്നെ പറയാം, വലിയ മീനുകളൊന്നും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ 2 ദിവസത്തെ മൊത്തം കഷ്ടപ്പാട് നിങ്ങൾക്ക് കാണാം. കുറേ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ചിരുന്ന് ഈ ഒരു കുളത്തിൽ ആദ്യം വന്ന് നോക്കിയതിന് ശേഷം ഞങ്ങൾ ഒരു ദിവസം മൊത്തം ഇവിടെ സ്പെൻഡ് ചെയ്ത്, എന്നിട്ട് പോലും ഈ ഒരു കുളത്തിൽ നിന്ന് ഞങ്ങൾക്ക് ആകെ കിട്ടിയത് ഒരു 5-6 മീനാണുള്ളത്. ഞങ്ങളെ കഷ്ടപ്പാടാണ് ഈ കാണുന്ന വീഡിയോ. പ്രധാനമായിട്ടും മീൻപിടുത്തം വളരെ എളുപ്പമാണെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞങ്ങളിപ്പോൾ ഇടുന്നത്. ഒഴിവാക്കാമെന്ന് വിചാരിച്ച സമയത്താണ് കുറച്ച് കഷ്ടപ്പാടും കൂടി നിങ്ങൾ കാണട്ടെ എന്ന് വിചാരിച്ച്. അപ്പം എന്നാൽ കണ്ടോളൂ ഞങ്ങളെ കഷ്ടപ്പാടുകൾ. അപ്പോൾ നമ്മൾ അടുത്ത പിടിക്കാൻ പോകുന്ന കുളമാണ് ഈ കാണുന്നത്. വലിയൊരു കുളമാണ്. ഈ കുളം നമ്മൾ ഇറങ്ങി നോക്കുകയാണ് എന്താ പാടുന്നു. നല്ല മീനുണ്ട്. വലിയൊരു കുളമാണ് അല്ലേ? എന്താ പാടില്ല? ഒരു ദിവസത്തെ മെനക്കേട് ഉണ്ടാവും. അതെ, നേരത്തെ ഒന്ന് തുടങ്ങാൻ പരിപാടി. ഞങ്ങളിപ്പോൾ തലേ ദിവസമാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ വേണം, വലയും വേണം. താഴ്ച ഏകദേശം എത്ര ഉണ്ടെന്ന് അറിയാവുന്നതാണ് ഇപ്പോൾ നോക്കണേ. ഈ ഭാഗത്ത് താഴ്ച കുറവാകും അല്ലേ? താഴ്ച കൂടുതൽ. ഇതിൽ വർഷക്കാലത്ത് കുളിക്കലുണ്ടാവും. ഇപ്പൊ വെള്ളം കളറ് മാറുമല്ലോ. എപ്പത്തെ കളറും അതെ. ഇതിൻ്റെ അപ്പുറത്ത് പറഞ്ഞാലേ കുളങ്കായൽ പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ. അതായത് വലിയൊരു കായൽ പോലത്തെ സംഭവമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് പുഴയാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ നല്ല മീനുകൾ ഈ ഭാഗത്തേക്ക് കയറുന്ന ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ അടിയിൽ മൊത്തം ഒരു ഓവാണുള്ളത്. ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു ഓവുമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ മീനുകൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് തിരിച്ചിറങ്ങില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ മൊത്തം ഏകദേശം വെള്ളം കുറഞ്ഞ് ആ തരക്കിലാണ് ഈ കുളങ്കായൽ പറഞ്ഞ സംഭവം ഉള്ളത്. അതിലൊക്കെ നല്ല ഹെവി മീനുകളുണ്ട് കേട്ടോ. ഇതിൽ നല്ല സൈസുള്ള സാധനങ്ങളുണ്ട്. വെള്ളം മൂടി പോയിട്ട് വെള്ളം ഇറങ്ങൂല. അപ്പോൾ കുണ്ടുള്ള ഭാഗത്താണ് മീൻ നിൽക്കുള്ളൂ. പിന്നെ മീൻ ഇറങ്ങൂല. അപ്പോൾ നല്ല സൈസുള്ള മീനുകളുണ്ടാവും. പിന്നെ വലിയൊരു പണി എടുക്കാനില്ല. ഞാൻ ഓറ് പണിയൊന്നും അധികമില്ല. അത് വെള്ളം ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം മീൻ ഇറങ്ങും. വെട്ടി റെഡിയാക്കിയിട്ട് വലിച്ച് കയറ്റി കണ്ടി സൈഡിലൊക്കെ ആ സൈഡിലാണ് കുറച്ച് കച്ചറ കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ വെള്ളം ആ ഭാഗത്ത് ഉണ്ടായതുകൊണ്ട് അവിടെ ഇറങ്ങുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങുന്നതനുസരിച്ച് മീൻ ഇറങ്ങും. ചേറിൻ്റെ കാര്യം എന്താ അറിയില്ല, ഇറങ്ങിയിട്ടില്ല. നോക്കന്നെ വേണം. ഇനി എവിടെ മുതലാണ് ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ പറ്റിയെന്ന് ഞാൻ പറയാം. ആദ്യം ഞങ്ങൾ ഈ ഒരു കുളത്തിൻ്റെ ഒരു സൈഡിൽ ഇറങ്ങി നോക്കി. അപ്പോൾ ആ ഒരു ഭാഗത്ത് താഴ്ച വളരെ കുറവാണായിരുന്നു. അവിടുന്ന് മറ്റൊരു സൈഡിലേക്ക് അത്യാവശ്യം നല്ല സ്ലോപ്പാണ് പോകുന്നത്. ഇതിൻ്റെ മറ്റേ സൈഡിൽ ഇപ്പോൾ ഞങ്ങൾ ഈ ഇറങ്ങിയിട്ടുള്ള ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൽ ഒരു ചെറിയൊരു കിണറുണ്ട്. ആ കിണറുള്ളത് ഈ ഒരു കുളത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതുമാത്രമല്ല, ഈ കുളത്തിൻ്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു കിണറും കൂടിയുണ്ട്. അതായത് ഞങ്ങൾ വറ്റിക്കേണ്ടത് 2 കിണറുകളാണ്. പിന്നെ ഈ ഒരു കുളം പിടിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് ചിലവുകളും ഇതിൻ്റെ ഓണർ തന്നെയാണ് വഹിക്കുന്നത്. അതായത് ഇതിലേക്കുള്ള പെട്രോള്, എൻജിൻ്റെ വാടക എല്ലാം അവർ തന്നെയാണ് വഹിക്കേണ്ടത്. മീനുകളെ ഞങ്ങൾ പിടിച്ചു കൊടുക്കും. ആ പിടിക്കുന്ന മീനുകളുടെ കറക്റ്റ് പകുതി ഞങ്ങൾക്കും പകുതി അവർക്കും. അതാണ് നമ്മുടെ ഒരു എഗ്രിമെൻ്റ് ഉള്ളത്. ഈ കാണുന്ന 2 ഇക്കമാരാണ് കേട്ടോ നമ്മളെ കുളത്തിൻ്റെ ആളുകൾ. ഇവരാണ് നമ്മൾ വിളിച്ചതും. അപ്പോൾ വെള്ളം വറ്റിക്കുന്ന കാര്യങ്ങൾ മൊത്തം അവർ നോക്കും, നമ്മൾ മീനെ പിടിച്ചു കൊടുക്കും. അതായിരുന്നു കരാറ്. അങ്ങനെ ഞങ്ങൾ തലേ ദിവസം വീണ്ടും മീൻ പിടിക്കുന്നതിൻ്റെ തലേ ദിവസം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് മോട്ടർ പുര. വലിയ ഡീസൽ എഞ്ചിനാണ് കേട്ടോ. മുതലാളിനെ കാണിച്ചു. മുതലാളിനെ കാണിച്ചാൽ ഇതാണപ്പോൾ നമ്മളെ മുതലാളി. ഞാൻ പൂട്ടിക്കാണല്ലോ നടന്നിട്ടുണ്ടായിരിക്കും. അവിടെ വെള്ളം പോയിട്ട് പൂട്ടാൻ. ഏതാണ് പൂട്ടുന്നത്? ഇവിടെ നിൽക്കുന്നത് പൂട്ടുന്നത് ഈ പൈപ്പുണ്ട്. ആദ്യം ആ മോട്ടർ ഇട്ടിട്ട് നമ്മൾ നേരെ ഇഞ്ചിൻ്റെ ഉള്ളിലേക്ക് വെള്ളമാക്കാൻ. പൈപ്പ് മാറ്റണ? അവിടെ ചാട്ടല്ലേ? കാണാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ വെള്ളം ചാടിനോടത്തേക്ക് ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ.
ആ അതിൽ കൂടെ അല്ലേ പൈപ്പ് പോണ്. വെള്ളം അപ്പോൾ കുറച്ചും കൂടി അറിയേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മളൊരു മുത്തിന് ഇവിടുന്ന് ഒരു കണ്ണനെ കിട്ടിയിട്ടുണ്ട്. എവിടുത്താ നാടൻ കണ്ണനാണെന്ന് എന്നിട്ട് പറയണേ. ഒരു 200 ഉറുപ്പ്യ എന്നാലോ. എന്താ അവിടുന്ന് മേടിക്കാത്ത? അതിനാണ് ഞാൻ കാര്യം കൊണ്ടിരിക്കുക. ഒന്നായിട്ട് കൊണ്ടിരിക്കോ. ഞാൻ അവിടുന്ന് ഒരു വാണോ വെച്ചിട്ട് ഞാൻ മേടിച്ചില്ല. 200 ഉറുപ്പ്യക്കാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. അപ്പൊ എന്താ ഇന്നലെ ഞാൻ ഇവിടുന്ന് മേടിച്ചത് 2.5 കിലോന്റെ പിന്നെ മീൻ എത്രക്കാ മേടിച്ചു? 2.5 കിലോന്റെ ഒരു കണ്ണ്. ഇതിനാണെങ്കിൽ ഇപ്പൊ ഞാൻ കൊണ്ടുപോയിക്കോളാം. അതിന്റെ കാര്യം തരാം. അത് വെള്ളം തുറക്കില്ല. അല്ലെ ഇപ്പൊ നാളെ ഞങ്ങൾ ഇതിൽ പിടിക്കാം. മീൻ ഇഷ്ടമായി ഞങ്ങളിലേക്ക്. ഇതാണ് നമ്മൾ പിടിക്കാൻ പോണ കൊളട്ടാ. 200 തരാം. അതിനാണെങ്കിൽ കൊണ്ടുപോയിക്കുന്ന കാര്യമാണ്. അങ്ങനെ കുറച്ച് നേരത്തെ ബാർഗെയിനിങ്ങിൻ്റെ ഒടുവിൽ അവൻ്റെ കയ്യിൽ നിന്ന് ആ കാക്ക ഏകദേശം ഒരു 300 രൂപയ്ക്കാണ് കേട്ടോ ഒരു മീൻ വാങ്ങിയത്. എന്തായാലും നമുക്ക് ഈ ഒരു പയ്യനോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ മക്കളൊക്കെ കാരണം മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കുന്ന സമയത്ത് ഇവൻ ആ ഒരു കായലിൽ പോയിട്ട് മീൻ പിടിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിലയ്ക്ക് ആ ഒരു മീനെ വിറ്റിട്ട് അവൻ്റെ ചിലവിനുള്ള കാര്യങ്ങൾ അവൻ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാര്യത്തിലേക്ക് വരാം. ഇത് ഏകദേശം ഒരു 10-20 വർഷത്തിന് മുകളിൽ പ്രായമുള്ളൊരു ഡീസൽ എഞ്ചിനാണ് കേട്ടോ. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ റിസ്ക്കാണ്. കാരണം ഇത് പ്രവർത്തിച്ചാലും ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നൂലാമാലകളുണ്ട്. ഇന്നത്തെ പെട്രോൾ എഞ്ചിൻ്റെ പോലെയൊന്നും അല്ല. നമ്മളെ സാധാരണ ഡീസൽ എഞ്ചിൻ്റെ പോലെയല്ല, കുറച്ചും കൂടി റിസ്ക് ആയിട്ടുള്ള മറ്റൊരു പാറ്റേൺ, മറ്റൊരു രീതിയാണ് ഈ ഒരു ഡീസൽ എഞ്ചിൻ്റേത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള വശങ്ങളൊന്നും അറിയില്ല. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയുള്ളൂ. ഞങ്ങൾ ഏകദേശം ഒരു 6:45 ആയപ്പോൾ തന്നെ ഈ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. 6:45 കഴിഞ്ഞു, 7:45 കഴിഞ്ഞു, 8:45 കഴിഞ്ഞു, വെള്ളം കയറുന്നില്ല. ഇത് പിന്നെ പെട്ടെന്ന് തള്ളുന്ന എഞ്ചിനകത്തടാ. അടിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ ലൂസാക്കി പോന്നിട്ട് അവിടെ കെട്ടണം നമ്മൾ കളിച്ചിട്ട്. ഇതാണ് 4ന്റെ ഇത്. ഇപ്പോൾ ഇവിടെ ഒരു കിണറുണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുളമുണ്ട്. നമ്മൾ പകൽ കാണിച്ച കുളം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം നേരെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ ഒന്ന് ഇഞ്ചൻ വെച്ച് കൊടുക്കുകയാണ്. അവിടെ ഉണ്ട് മോട്ടർ വരാം. ഇതിൽ വെള്ളം കയറാത്തതുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നം എന്ന് ഒരു ഐഡിയ കിട്ടണില്ല കേട്ടോ. ഞങ്ങൾ കൂട്ടുകൾക്കൊക്കെ എടുത്ത് പൊക്കും, അതിൽ എയറൊക്കെ കുത്തി കളയും, വീണ്ടും അതിലേക്ക് തന്നെ ഇടും. ഇഞ്ചനാണെന്നുണ്ടെങ്കിൽ ഓഫാക്കും, ഓണാക്കും, അതിൻ്റെ ഉള്ളിൽ വീണ്ടും വെള്ളം നിറയ്ക്കും. അങ്ങനെ ഏകദേശം ഒരു 3 മണിക്കൂറിന് മുകളിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കറക്റ്റ് വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഏകദേശം ഒരു 2-3 വർഷത്തോളമായി ഇവരിത് ഉപയോഗിക്കാതെ വെച്ചിട്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഓണർമാർക്കും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇതിൽ എന്താണ് പ്രശ്നം എന്ന് കറക്റ്റ് അറിയാത്തത്. ഞങ്ങൾ വീണ്ടും ഇത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് പൊന്നിട്ട് കെട്ടിക്കളി. ഇപ്പൊ മണ്ണിലെ കിടക്കണം. അപ്പോൾ നമ്മൾ നേരെ ഇനി മോട്ടർ വരേക്കില്ലേ. ഇതിൻ്റെ ഓർപ്പിളല്ലേ? ഓർപ്പിളല്ലേ? ഇത് വേറെ വിഷയമുണ്ട്. ഈ നൂല് പോയാലും വെള്ളം കയറില്ല. ഈ ഇതിൽ നൂല് വരും. ഈ നൂല് ഇതായി കഴിഞ്ഞാലും വെള്ളം കയറില്ല. അവിടെ ഈ ലീക്ക് ഇവിടെ വിഷയപ്പത്തിന്
ഇത് വിഷയപ്പെടണേ. ലീക്കില്ലേ? ഇതിൽ നൂല് വരും ചുറ്റിട്ട് സാധനത്തിന് ഇതിൽ രണ്ടിലും ഈ നൂല് ഇത് വന്നാലും കഴിഞ്ഞാലും സാധനം ലീക്ക് വരും. അപ്പോൾ ഒന്നും വലിച്ചെടുക്കില്ല. ഈ നൂലുണ്ടാവും. നൂല് വരും, ഇതിൽ വരും, രണ്ടിലും നൂല്. ഈ നൂലിൻ്റെ ആണ് ഈ വെള്ളം വലിക്കാത്തത്. ഇതിൻ്റെ പ്രശ്നമില്ല. അല്ല ഇതാ ഇവിടെ ഈ ഗ്യാപ്പ് ഇതാ, ഇത് നൂല് വരെ 2 ഗ്യാപ്പിലും. ഈ നൂല് നമ്മൾ ഓടി വരുമ്പോൾ ഈ നൂല് ഇതായി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടെ എന്താ വെച്ചാൽ പ്ലേ വരും. പ്ലേ വരുമ്പോൾ ആ വെള്ളം അവിടെ വിറ്റ്, ആ വിറ്റുന്നതാ എത്ര പണത് ഇവിടുന്ന് ഇവിടെ വിറ്റൂല, ഇവിടുന്ന് ഇവിടെ വിറ്റുക. ആ വിറ്റലും എന്താ വെച്ചാൽ അപ്പം എയർ കയറി കഴിഞ്ഞാൽ കുറച്ച് ചാടും, പിന്നെ താഴെ നിൽക്കും. അങ്ങനത്തെ ഉപ്പ് നമ്മൾ ഇതാവൂലേ, അങ്ങനെ കുറേ നേരത്തെ ഗവേഷണത്തിനും പഠനത്തിനൊടുവിൽ പ്രശ്നം ആ ഒരു നൂലിൻ്റെ ആണെന്ന് മനസ്സിലാക്കി. ആ ഒരു നൂലിൻ്റെ ആ ഒരു ഭാഗത്ത് റെഡിയാക്കിയപ്പോൾ, താൽക്കാലികമായിട്ട് റെഡിയാക്കിയപ്പോൾ എൻജിൻ സ്റ്റാർട്ടാവുകയാണ് ചെയ്തത്. ഇനി വെള്ളം കുറയുന്നത് കാണിച്ചിട്ടാ. അപ്പോഴേക്ക് ഏകദേശം ഒരു 4 മണിക്കൂർ അതിന് പോയി. ഒരു 11:30-12 മണിയായി ഏകദേശം ഒക്കെ സെറ്റായപ്പോഴേക്ക്. ഇപ്പോൾ സമയം കാണിച്ചെടുത്ത് സമയം ഇപ്പോൾ പോയിട്ടും വന്നിട്ടും 12:15. ഞങ്ങൾ ഇതാ മോട്ടർ അടിച്ചിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇവിടെ ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ടെൻ്റൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം അല്ലേ. ആദ്യം ഇവിടുത്തെ വെള്ളം കുറയണ ഭാഗം ഒന്ന് കാണിച്ചു തരാം വലിയ കണ്ണുണ്ട്. അത് വലിയ കണ്ണുണ്ട് അല്ലേ. മറ്റേ പറഞ്ഞു